വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ നിലപാട് ദുരൂഹമെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ കത്തിൽ ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കത്തയച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ഗൗരവകരമായ ആശങ്കകൾക്ക് വസ്തുതാപരമായ മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്കെതിരെ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കൺസെഷൻ എഗ്രിമെന്റ് പ്രകാരം വിഴിഞ്ഞം പദ്ധതിയുടെ നടത്തിപ്പും പരിപാലനവും മാത്രമാണ് അദാനി ഗ്രൂപ്പിൽ ഉള്ളതെന്നും തുറമുഖം പൂർണ്ണമായും കേരള സർക്കാരിന്റെ ഉള്ളതാണെന്നുമുള്ള വസ്തുത അത് മുഖ്യമന്ത്രി വിസ്മരിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിക്കുന്നത്. കൺസെഷൻ കമ്പനിയിൽ അതായത് സർക്കാർ ഓഹരി പങ്കാളിയല്ലെന്ന് വരുത്തി തീർത്ത് അതിൽ നിന്നും തടിത്തപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നിലവിൽ മുഖ്യമന്ത്രി നടത്തുന്നത്. തുറമുഖം കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കാതെ സർക്കാർ സംരക്ഷിക്കുമെന്ന നിലപാട് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അതിനെന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറാകത്തില്ല എന്നൊരു കാര്യം കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. ഏതായാലും വിഴിഞ്ഞം കോൺക്ലേവിനെ ഓഹരി കൈമാറ്റവുമായി ബന്ധിപ്പിക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഒരു ദുസൂചന നിറഞ്ഞ ദുരാരോപണമാണ് എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. 2025 തലസ്ഥാനത്ത് സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവ് അത് പോർട്ടിന്റെ പ്രവർത്തനക്ഷമതയും വ്യാവസായിക വളർച്ചയും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. അല്ലാതെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും LDF സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഫയലുകൾ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കൺസെഷൻ എഗ്രിമെന്റിലെ ക്ലോസ് പ്രകാരം വിഴിഞ്ഞം തുറമുഖം ഒരു എല്ലാവർക്കും ലഭ്യമാക്കണം എന്ന്, അതായത് വിഴിഞ്ഞം തുറമുഖത്ത് നോൺ ഡിസ്ക്രിമിനേറ്റീവ് ആക്സസ് അത് എല്ലാവർക്കും ലഭ്യമാക്കണമെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൺസെഷനെയർക്കുണ്ട്. കരാറിലെ ഈ വ്യവസ്ഥകൾ സ്വകാര്യ കമ്പനി കർശനമായി പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടത് അത് സർക്കാരിന്റെ കടമയാണ്. അതിൽ കമ്പനിക്ക് വഴിവിട്ട സൗജന്യങ്ങൾ നൽകി സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ബലികഴിപ്പിക്കരുത് എന്നുകൂടിയാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.